ഷൈൻ ടോം ചാക്കോയുടെ ചോദ്യം ചെയ്യൽ അവിടെ പുരോഗമിക്കുന്നു. അതിൽ ഏറ്റവും ഒടുവിലായി നമുക്ക് ലഭിക്കുന്ന വിവരം, ഫോൺ പരിശോധിച്ചു പോലീസ്. പക്ഷേ 3 ഫോണുകൾ ഷൈൻ ടോം ചാക്കോ ഉപയോഗിക്കുന്നുണ്ട്. അതിൽ ഒരു ഫോൺ മാത്രമാണ് ഇയാൾ കൊണ്ടുവന്നിട്ടുള്ളത് എന്നതാണ്. സ്ഥിരമായി ഇടപാട് നടത്തുന്ന ഫോൺ അല്ല കൊണ്ടുവന്നത് എന്ന് നിലവിൽ പോലീസ് സംശയിക്കുന്നുണ്ട്. വാട്സാപ്പ് ചാറ്റുകളും ഗൂഗിൾ പേ വിശദാംശങ്ങളും ഉൾപ്പെടെ പോലീസ് പരിശോധിച്ചു. മാത്രമല്ല, ചോദ്യങ്ങളോട് സഹകരിക്കുന്നില്ല, കൃത്യമായ മറുപടി നൽകുന്നില്ല, ഒറ്റ വാക്കിലൊക്കെ മറുപടി ഒതുക്കുകയാണ് എന്ന വിശദാംശവും നമുക്ക് ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ട് ലഭിച്ചിരുന്നു. വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി. വിഷ്ണു, 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ: ഒന്ന്, ചോദ്യം ചെയ്യലിനോട് കാര്യമായി സഹകരിക്കുന്നില്ല; മറ്റൊന്ന്, ഫോൺ, അതിന്റെ വിശദാംശങ്ങളൊക്കെ പോലീസ് പരിശോധിക്കുകയാണ്. പക്ഷേ 3 ഫോണിൽ സ്ഥിരമായി ഉപയോഗിക്കാത്തൊരു ഫോൺ മാത്രം ഷൈൻ ടോം ചാക്കോ കൊണ്ടുവന്നിരിക്കുന്നു. അതാണ്. അനുജ, പോലീസ് അങ്ങനെയാണ് സംശയിക്കുന്നത്. 3 ഫോണുകളാണ് ഷൈൻ ടോം ചാക്കോ സ്ഥിരമായി ഉപയോഗിക്കുന്നത് എന്നാണ് പോലീസിന്റെ പ്രത്യേക അന്വേഷണ വിഭാഗം നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയിട്ടുള്ളത്. അതിൽ ഒരു ഫോൺ നിലവിൽ ഷൈൻ ഹാജരാക്കിയിട്ടുണ്ട്. ആ ഫോണിലാണ് അല്പസമയം മുമ്പ് അതിന്റെ വാട്സാപ്പ് ഹിസ്റ്ററിയും അതോടൊപ്പം തന്നെ ഗൂഗിൾ പേയും ഒക്കെ കേന്ദ്രീകരിച്ച് ഒരു പ്രാഥമിക പരിശോധന നടത്തിയത്. പക്ഷേ ഇതല്ല ഷൈൻ ടോം ചാക്കോ സ്ഥിരമായി ഉപയോഗിക്കുന്ന ഫോൺ എന്നൊരു വിലയിരുത്തലാണ് നിലവിൽ അന്വേഷണ സംഘത്തിനുള്ളത്. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ മറ്റ് ഫോണുകൾ ഹാജരാക്കാൻ ആവശ്യപ്പെടും. നിലവിൽ അത് വേണമെങ്കിൽ പോലീസിന്റെ കസ്റ്റഡിയിലെടുക്കാം. അത്തരത്തിലുള്ള നടപടിയിലൊക്കെ പോകുന്നതിന് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. എന്നാൽ അത്തരം നിലപാടുകളിലേക്കൊന്നും പോലീസ് ഈ ഘട്ടത്തിൽ പോകുമോ എന്നുള്ളതുമായി ബന്ധപ്പെട്ട വിവരങ്ങളും ലഭ്യമായിട്ടില്ല. ഷൈൻ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. 3 ACPമാരുടെ നേതൃത്വത്തിലാണ് ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നത്. ഇയാളുടെ ഈ ഗൂഗിൾ പേ ഇടപാടുകൾ പരിശോധിച്ചിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ കൊച്ചിയിലെ പ്രധാന ഡ്രഗ് മാഫിയ ആളുകളുമായി അല്ലെങ്കിൽ പണികളുമായൊക്കെ ഇയാൾ പണമിടപാട് നടത്തിയിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കുക എന്ന ലക്ഷ്യത്തിന്റെ ഭാഗമായാണ് ഗൂഗിൾ പേ കേന്ദ്രീകരിച്ചൊരു അന്വേഷണം നടത്തുന്നത്. പക്ഷേ ഇതുവരെ അത്തരത്തിലുള്ള തെളിവുകളൊന്നും ലഭ്യമായിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ചോദ്യം ചെയ്യൽ ഏകദേശം 2 മണിക്കൂറിലേക്ക് എത്തുകയാണ്. ഒറ്റവാക്കിൽ ഉത്തരം ചുരുക്കുകയാണ് ഷൈൻ ടോം ചാക്കോ. പക്ഷേ പോലീസ് അനുബന്ധ ചോദ്യങ്ങൾ കൊണ്ട് പരമാവധി വിവരങ്ങൾ ഇയാളിൽ നിന്ന് ശേഖരിക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട്. ചോദ്യം ചെയ്യലിനോട് ഒരു അർദ്ധ സഹകരണം മാത്രം ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ചോദ്യം ചെയ്യലിന്റെ വിശദാംശങ്ങളൊക്കെ ലഭ്യമാക്കാനാകുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. പ്രധാനമായും നമ്മൾ രാവിലെ മുതൽ പറയുന്നത് പോലെ 2 കാര്യങ്ങളിൽ വ്യക്തത വരുത്തണം. എന്തിന് ആ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ഓടി? ഏതെങ്കിലും വസ്തുക്കൾ കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നോ? ലഹരി വസ്തുക്കൾ കയ്യിലുണ്ടായിരുന്നോ എന്നുള്ള കാര്യം അറിയണം. ഒപ്പം ഈ കഴിഞ്ഞ 5 ദിവസങ്ങൾ കൊച്ചിയിൽ ഷൈൻ 6ഓളം ഹോട്ടലുകളിൽ മാറി മാറി താമസിച്ചിട്ടുണ്ട്. അതിന്റെ ഒരു പശ്ചാത്തലം എന്ത് എന്ന് പോലീസ് ചോദിച്ചറിയും. ഏത് സാഹചര്യത്തിലാണ് വേദാന്ത ഹോട്ടലിൽ റൂം എടുത്തത്, ആരെല്ലാമാണ് കാണാനെത്തിയത് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ പരിശോധന നടത്തും. ഷൈനൊപ്പം വന്ന റൂമിലുണ്ടായിരുന്ന സുഹൃത്തുക്കളുടെയും അവർ ഷൈനെ കാണാനെത്തിയ യുവതികളുടെയും മൊഴി പോലീസ് കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ സമഗ്രമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഷൈനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഷൈൻ ഒറ്റവാക്കിൽ മറുപടി പറഞ്ഞാലും അതിനെയൊക്കെ കൗണ്ടർ ചെയ്യാൻ പറ്റുന്ന വിവരങ്ങളൊക്കെ പോലീസിന്റെ പക്കലുണ്ട്. അതുകൊണ്ട് ഷൈൻ എന്താണ് സംഭവിച്ചതെന്ന് വളരെ ക്രിസ്റ്റൽ ക്ലിയറായി വിശദീകരിക്കേണ്ടി വരും. അതല്ല എങ്കിൽ ഷൈൻ ടോം ചാക്കോക്ക് തന്നെ ആ കുരുക്ക് പിന്നീട് വിനയായി മാറുകയും ചെയ്യുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സിനിമാ മേഖലയിൽ ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട തുടർ ലീഡുകൾ ഈ ഷൈനെ ചോദ്യം ചെയ്യുന്നത് വഴി ലഭ്യമാക്കാനാകുമെന്നൊരു പ്രതീക്ഷ പോലീസ് പങ്കുവെക്കുകയും ചെയ്യുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു ശാസ്ത്രീയമായ ചോദ്യം ചെയ്യലിലേക്ക് പോകാം എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയതും ഇപ്പോൾ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയും ചെയ്യുന്നത്. നേരത്തെ ഈ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട സിനിമാ സംഘടനകളൊക്കെ ജാഗ്രതാ സമിതികൾ രൂപീകരിക്കുന്നു എന്നൊക്കെ പ്രഖ്യാപിച്ചിരുന്നു. ഫെഫ്ക അടക്കമുള്ള സംഘടനകൾ പറഞ്ഞിരുന്നു. പക്ഷേ അത്തരം സംഘടനകൾക്ക് മുൻപിലേക്ക് എത്തുന്ന പരാതികൾ അത് പോലീസിലേക്ക് കൈമാറുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലൊരു വ്യക്തത ഇനിയും വന്നിട്ടില്ല. ആ ഒരു പശ്ചാത്തലത്തിലാണ് വിൻസി അലോഷ്യസുമായി ബന്ധപ്പെട്ട് വിൻസി നേരത്തെ ഈ ഫിലിം ചേംബറിനും ഒക്കെ നൽകിയ പരാതിയിൽ ഷൈൻ്റെ ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട പരാമർശങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്. പക്ഷെ ആ പരാതി സംഘടനകൾ പോലീസിന് കൈമാറിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ പരാതിയിൽ ഒരു അന്വേഷണം നടത്താൻ പോലീസിന് പരിമിതിയുണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള വെളിപ്പെടുത്തൽ നടത്തിയ പശ്ചാത്തലത്തിൽ ഷൈനോട് ആ കാര്യങ്ങൾ പോലീസ് ചോദിക്കും. അങ്ങനെ ആ 2 ഘട്ടങ്ങളായുള്ള 2 ഇൻസിഡന്റുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നടത്തും. ഈ ചേർത്തലയിലെ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു പക്ഷേ 1-2 ചോദ്യങ്ങൾ അക്കാര്യം ഒതുക്കാനാണ് പോലീസിന്റെ തീരുമാനം. കാരണം അത് പോലീസിന്റെ പരിധിയിൽ വരുന്നൊരു കേസല്ല. എക്സൈസ് ആണ് സുൽത്താനെ പിടികൂടിയും സുൽത്താനെ മൊഴി രേഖപ്പെടുത്തി ആ കേസിന്റെ അന്വേഷണം പുരോഗമിക്കുകയും നടത്തുകയൊക്കെ ചെയ്യുന്നത് എക്സൈസ് ആണ്. അതുകൊണ്ട് ആ കേസിന്റെ വിശദാംശങ്ങളിലേക്ക് പോലീസ് പോകാനുള്ള സാധ്യത നിലവിലില്ല. എന്നാൽ കഴിഞ്ഞ 5 ദിവസങ്ങളിൽ ഡാൻസ് ഓഫ് ഈ ഷൈനുമായി ബന്ധപ്പെട്ട് ശേഖരിച്ചിട്ടുള്ള വിവരങ്ങൾ പോലീസിന്റെ പക്കലുണ്ട്. വളരെ സൂക്ഷ്മമായി പോലീസ് ഡാൻസ് ഓഫ് ഷൈനെ നിരീക്ഷിച്ചിട്ടുണ്ട്. ചില ലഹരി ഇടപാടുകൾ, അതായത് ഡാൻസ് ഓഫ് എത്തുന്ന ബ്ലാക്ക് സ്പോട്ടുകളിൽ ഷൈന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്ന തരത്തിലുള്ള വിവരങ്ങളൊക്കെ ഡാൻസ് ഓഫിന്റെ പക്കലുണ്ട്. അവിടേക്ക് എന്തിനാണ് ഷൈൻ പോയത് തുടങ്ങിയ വിശദാംശങ്ങളൊക്കെ
ഷൈൻ അതെ, വെളിപ്പെടുത്തേണ്ടി അത്തരത്തിൽ വരും. കഴിഞ്ഞ ദിവസങ്ങളിൽ ഷൈൻ ടോം ചാക്കോ താമസിച്ച സ്ഥലങ്ങൾ, ഹോട്ടലുകളുടെ വിശദാംശങ്ങൾ, ആരുമൊക്കെയായി ഇടപാടുകൾ നടത്തിയിട്ടുണ്ട്, അതിന്റെ വിശദാംശങ്ങൾ ഇതെല്ലാം പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. അതിനൊപ്പം തന്നെയാണ് ഈ ചോദ്യം ചെയ്യലും പുരോഗമിക്കുന്നത്. എന്നാൽ ചോദ്യം ചെയ്യലിനോട് ഒറ്റ വാക്കിലൊക്കെ മറുപടി നൽകിക്കൊണ്ടിരിക്കുകയാണ് ഷൈൻ ടോം ചാക്കോ. കൂടാതെ 3 ഫോണുകൾ ഉപയോഗിക്കുന്നതിൽ ഒരു ഫോൺ മാത്രമാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അത് സ്ഥിരമായി ഇടപാടുകൾ നടത്തുന്ന ഫോൺ അല്ല എന്ന ഒരു സംശയവും പോലീസിന് നിലവിലുണ്ട്. നമ്മൾ വളരെ വേഗം വാർത്തകളിലേക്ക് എത്തും, ചെറിയൊരു ഇടവേള എടുത്തതിന് ശേഷം.